ഞങ്ങളത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? പടക്കം വാങ്ങിക്കാൻ. വിഷു എന്ന് പറയുമ്പോൾ തന്നെ പടക്കമാണല്ലോ മെയിൻ. അങ്ങനെ പടക്കക്കട എത്തി. പോയ പടം നല്ല ആവേശമായിരുന്നു പടക്കം വാങ്ങിക്കാനുള്ളതൊക്കെ. പിന്നെ അവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തോ ഫ്ലാഷ് ലൈറ്റ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ പടക്കങ്ങളൊക്കെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. വിഷുവൊക്കെ അല്ലേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി കണിയൊക്കെ കണ്ട് ഞങ്ങളത് നല്ല വൈബായി രാവിലെ എണീറ്റതായിരുന്നു. എന്തിനാ? പടക്കം പൊട്ടിക്കാൻ. ഇന്നലെ കുറേ ചൈനീസ് ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാവും അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. പിന്നെ ആദ്യം തന്നെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ പടക്കം പൊട്ടിക്കാൻ നിന്നു. ആദ്യം തന്നെ വൻ ഫ്ലോപ്പാണ്. കമ്പിത്തിരി പാതി മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്ത ഐറ്റം അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനത്തെ ഒരു റോക്കറ്റ് പോലത്തെ ഒരു സംഭവം. പക്ഷെ അവർ പറഞ്ഞത് പമ്പരം പോലെ കറങ്ങുന്നൊക്കെയാണ്. ഇത് പമ്പരമാണോ എന്താണോന്ന് അറിയില്ല. വന്ന വഴി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. തുടക്കം തന്നെ ദുരന്താണല്ലോ ഭഗവാനെ. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തെറി കേൾക്കണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഐറ്റം പിന്നീട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നിപ്പഴിച്ച 2-3 ഉണ്ടല്ലോ. അപ്പോൾ വിഷ്ണുചക്രം കൊളുത്താൻ നോക്കിയതായിരുന്നു. പക്ഷെ ഇപ്പം പിടിക്കുന്ന നാളെ പിടിക്കുന്ന പറഞ്ഞാൽ അതൊരു ഐറ്റം അങ്ങനെ പോയി. പിന്നെ ആകെ ട്രയലിൽ നോക്കി ഈ ഒരു സംഭവം മാത്രമായിരുന്നു അത്യാവശ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം പൂക്കുറ്റിയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കുറ്റിയിലാണെങ്കിലോ 10-15 മിനിറ്റ് അമ്മ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാവും. നിന്ന് ബോറടിച്ചപ്പോൾ അമ്മ തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്താണെങ്കിലോ പൂക്കുറ്റി പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പടക്കം എന്ന പേരിൽ ഞങ്ങൾക്ക് തന്നത് വെറും തട്ടിപ്പ് സാധനങ്ങൾ. എന്തായാലും ഇന്നത്തെ വിഷു ഈ പടക്കങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വിഷുവിലെങ്കിലും നല്ല കടയിൽ പോയി വാങ്ങിക്കണം.